ആഘോഷമാക്കി മാറ്റാനുമുള്ള കാരണങ്ങൾ അതൊക്കെ തന്നെയാണ്. പക്ഷേ അപ്പോഴും ഇന്നത്തെ ദിവസവും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പഞ്ഞമില്ല. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അവകാശ തർക്കത്തിനിടെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ ഇന്ന് രാവിലെ എം വിൻസെന്റ് MLA സന്ദർശിച്ചു. ഉമ്മൻചാണ്ടി വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതാവാണെന്ന് എം വിൻസെന്റ് MLA പറഞ്ഞു. കല്ലിട്ടാൽ പദ്ധതിയാവില്ല, പക്ഷേ കരാർ ഒപ്പിട്ടാൽ പദ്ധതിയാവും. എന്ത് പഴി കേട്ടാലും പദ്ധതി പൂർത്തിയാക്കുമെന്ന ഉമ്മൻചാണ്ടിയുടെ ദൃഢനിശ്ചയത്തിന്റെ ഫലമാണ് വിഴിഞ്ഞം പദ്ധതിയെന്നും വിൻസെന്റ് പറഞ്ഞു. ഏത് അഴിമതി ആരോപണങ്ങളും കേൾക്കാൻ, ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ പേരിൽ എത്ര പഴി കേൾക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഈ ഒരു മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ തുറമുഖം ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെയും അസാധാരണമായ ധൈര്യത്തിൻ്റെയും ഫലമായിട്ട് യാഥാർത്ഥ്യമായിട്ടുള്ള പദ്ധതിയാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന വസ്തുതയാണ്. ഒരു കല്ലിട്ടാൽ തുറമുഖമാവുമോ എന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ചോദിച്ച ചോദ്യം. കല്ലിട്ടാലല്ല, കരാറൊപ്പിട്ടാൽ തുറമുഖമാവും. ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, നാടകീയമായാണ് രാവിലെ എം വിൻസെന്റ് MLAയുടെ കല്ലറയിലെ സന്ദർശനവും ഈ പ്രഖ്യാപനവും ഒക്കെ. ഉമ്മൻചാണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉമ്മൻചാണ്ടിയും ഈ പദ്ധതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ ഈ വരവും ഈ സന്ദർശനവും ഈ മാധ്യമങ്ങളോട് സംസാരിക്കലും ഒക്കെ ഇന്നത്തെ ദിവസത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, പ്രത്യേകതയുള്ളതാണ്? തീർച്ചയായും ഈ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരേ ഒരു MLA, കോൺഗ്രസിന്റെ MLA എം വിൻസെന്റ് ആണ്. പ്രതിപക്ഷ നേതാവ് പോലും പങ്കെടുക്കുന്നില്ല എന്നിരിക്കെ എം വിൻസെന്റ് പങ്കെടുക്കുന്നു. ആ പങ്കെടുക്കുന്ന എം വിൻസെന്റ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്ന് വിഴിഞ്ഞത്തേക്കുള്ള യാത്ര തുടങ്ങുന്നു. ഇതാണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം. ഉമ്മൻചാണ്ടി ഇല്ലെങ്കിൽ വിഴിഞ്ഞമില്ല, അത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. മാത്രവുമല്ല, ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വിഴിഞ്ഞം പദ്ധതി അത് അദാനി പോർട്ട് ചെയ്യേണ്ട പണി അവർ ചെയ്തു, അങ്ങനെ ഉദ്ഘാടനം നടക്കുന്നു. അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ ഒരു കാര്യവും ഇതിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എം വിൻസെന്റ് ചൂണ്ടിക്കാട്ടുന്നതും അതുതന്നെയാണ്. റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി അടക്കമുള്ള സർക്കാർ ആദ്യ 1-2 വർഷം കൊണ്ട് തന്നെ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും ഇപ്പോഴും ഒരു വിരൽ അനക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നു. അതായത് ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ടതുകൊണ്ട്, ഉമ്മൻചാണ്ടി പദ്ധതിക്ക് വേണ്ടി ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായത് എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാനം വേണ്ടതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ രാഷ്ട്രീയമായി നേരിടാനും അവർ തയ്യാറാകുന്നു. മാത്രമല്ല, കഴിഞ്ഞ പരിപാടിയിൽ VD സതീശൻ വേദിയിലെത്തി ഇത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതി എന്ന നിലയിൽ സംസാരിച്ചത് കൊണ്ടാണ്, ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയുള്ളത് കൊണ്ടാണ് ഈ ഒരു ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് എന്ന രാഷ്ട്രീയ ആരോപണവും കോൺഗ്രസ് ഉയർത്തുകയാണ്. എന്തായാലും പുലർച്ചെ ഏതാണ്ട് 5:30 തന്നെയാണ് എം വിൻസെന്റ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയത്. കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു, ചാണ്ടി ഉമ്മൻ MLA ഉണ്ടായിരുന്നു. അങ്ങനെ വിഴിഞ്ഞത്തേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര പോകുമ്പോൾ ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി, രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കി മാറ്റുകയാണ് കോൺഗ്രസ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. രാവിലെ ചാണ്ടി ഉമ്മനും സംസാരിച്ചു. കേരളത്തെയും രാജ്യത്തെയും സംബന്ധിച്ച് അഭിമാന ദിവസമെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട് പണി തുടങ്ങിയിരുന്നു. LDF സർക്കാർ ഒന്നും ചെയ്യാതെ ക്രെഡിറ്റ് എടുക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയക്കുന്നതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്നതെന്നും ചാണ്ടി പ്രതികരിച്ചു. തിരുവനന്തപുരത്തിന്റെ വികസനത്തെ സംബന്ധിച്ച്, കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഒന്നും ചെയ്യാത്ത സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഇന്ന് PR വർക്കുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നന്ദി പറയുകയാണ് ശ്രീ എം വിൻസെന്റിനോട്. ഈ ദിവസം തന്നെ അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് ആ ഉദ്ഘാടനത്തിന് പോകണമെന്ന് അദ്ദേഹത്തിന്റെ ധീരമായ ഒരു തീരുമാനം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്നതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തത്. കാരണം കഴിഞ്ഞ പരിപാടിക്ക് പോയപ്പോൾ പ്രതിപക്ഷ നേതാവ് സധൈര്യം പറഞ്ഞു ഉമ്മൻചാണ്ടിയാണ് ഇതിന്റെ പുറകിലുള്ള ശക്തിയെന്ന്. അപ്പോൾ പരമാവധി കോൺഗ്രസ് നേതാക്കന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത്, ഉമ്മൻചാണ്ടിയെ ഭയപ്പെട്ടുകൊണ്ടാണ്.
വിഴിഞ്ഞം കമ്മീഷനിങ്ങിനായി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ അവഹേളിച്ചു എന്നാണ് എം വിൻസെന്റ് MLA ഇന്ന് രാവിലെ പ്രതികരിച്ചത്. വിളിച്ചു എന്ന് വരുത്തി വരാതിരിക്കാനുള്ള എല്ലാ കാര്യവും ചെയ്യുകയാണ് സർക്കാർ ചെയ്തത്. വികസനം ആഗ്രഹിക്കുന്ന കേരളത്തിന് സർക്കാർ നിലപാട് ഭൂഷണമല്ലെന്നും എം വിൻസെന്റ് പറഞ്ഞു. ശ്രീജിത്ത്, ഒരിക്കൽ കൂടി ശ്രീജിത്ത്, ഈ രാഷ്ട്രീയ തർക്കങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴും അതിനിടയിൽ പറയുന്ന പ്രത്യേക കാര്യം ഈ പ്രതിപക്ഷ നേതാവിന്റെ ക്ഷണം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദമാവുകയാണ്. ഇന്ന് ഈ ദിവസം അതിലെന്താണ് പ്രതിപക്ഷം പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും രണ്ട് സമീപനങ്ങളാണ് ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും UDF-നും LDF-നും ഉള്ളത് എന്ന് പറയുകയാണ് അവർ. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ കരാർ ഒപ്പിടുന്നതിന് മുൻപ് തന്നെ സർവകക്ഷി യോഗം വിളിച്ച് എല്ലാ കക്ഷികളെയും അന്ന് പങ്കെടുപ്പിച്ചുകൊണ്ട് ആലോചനകൾ നടത്തിക്കൊണ്ടാണ് അന്ന് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. പക്ഷേ ഇവിടെ ഇതാ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ ഒഴിവാക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ്. കേവലം ഒരു ലെറ്റർ ഹെഡിൽ ഒരു കത്ത് നൽകുന്നു എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയോ തുറമുഖ മന്ത്രിയോ മന്ത്രി VN വാസവനോ ഒന്നും നേരിട്ടൊന്ന് വിളിക്കാൻ പോലും തയ്യാറായില്ല. മുഖ്യമന്ത്രി നേരിട്ട് കണ്ടപ്പോൾ പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. അതായത് ബോധപൂർവം ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ UDF-ന്റെ സമീപനം അങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ രാഷ്ട്രീയമായി നേരത്തെ ഉമ്മൻചാണ്ടി അവഗണിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ പ്രതിപക്ഷത്തെയും ഫലത്തിൽ അവഗണിക്കുകയാണ്. മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാം തങ്ങളുടെ മാത്രം ക്രെഡിറ്റാണ് എന്ന് വരുത്താനാണ് ഇടത് സർക്കാർ, LDF സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഇവിടെ ചെയ്യുന്നത് എന്ന് പറയുകയാണ് ഇവിടെ ഫലത്തിൽ കോൺഗ്രസ് ചെയ്യുന്നത്. എന്തായാലും രാവിലെ തന്നെ പുലർച്ചെ തന്നെ അതിന് ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ. അതിൽ ഒരുപക്ഷെ വാർത്താമാധ്യമങ്ങളൊക്കെ തുടങ്ങുന്ന ആദ്യ വാർത്തയ്ക്ക് മുൻപ് തന്നെ കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തി വിൻസെന്റും കോൺഗ്രസും വാർത്തകളിൽ ഇടം നേടുന്നു ഈ ദിവസം എന്നുള്ളതും തുടക്കത്തിൽ നേടുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ പറയുന്ന രാഷ്ട്രീയം അവർ ഇന്ന് രാവിലെ മുതൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി തുടങ്ങി വെക്കുകയാണ്. ശ്രീജ. ശരി.